നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ കടുങ്കാപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുരിങ്ങപ്പൂവ് കൊണ്ട് വളരെ സ്വാദിഷ്ടവും ഹെൽത്തിയുമായിട്ടുള്ള ഒരു തോരൻ തയ്യാറാക്കിയാലോ? എല്ലാവരും റെഡിയല്ലേ? വരൂ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി മുരിങ്ങപ്പൂവ് നന്നായി കഴുകി വെള്ളം വാലാനായിട്ട് വയ്ക്കുക. ഇത് ഞാൻ തലേദിവസം തന്നെ കഴുകി വൃത്തിയാക്കിയ മുരിങ്ങപ്പൂവാണ്. ഇതിനകത്ത് ജലാംശം കാണാൻ പാടില്ല കേട്ടോ. ഇനി വേണ്ടത് കുറച്ചേറെ ചെറിയ ഉള്ളി വൃത്തിയാക്കിയത്, 4-5 പച്ചമുളക്, ചിരകിയ തേങ്ങ 1 കപ്പ്. ഇനി കൊച്ചുള്ളി നന്നായി ചെറുതായി അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലാക്കി മാറ്റി വയ്ക്കുക. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് തേങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, 2 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഉപ്പ് പാകത്തിന്. ജീരകപ്പൊടിയും വെളുത്തുള്ളിയും ഉപ്പും ചേർത്തേക്കുന്നത് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് വേണം ഇത് അധികം അരഞ്ഞു പോകാതെ ചെറുതായി ഒന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും ഈ ചതച്ചെടുത്ത തേങ്ങയും കൂടി മുരിങ്ങപ്പൂവിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് ഞെവിടി അതൊന്ന് നന്നായിട്ട് യോജിപ്പിക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 2 മിനിറ്റ് വെച്ചേക്കുക. എന്നിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ചൂടായ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. ശേഷം 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങപ്പൂവ് അത് അതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പാത്രം വെച്ച് അടച്ച് ചെറു തീയിൽ ഇത് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് മൂടി മാറ്റി ഇത് പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വേവുന്നിടം വരെ ഇങ്ങനെ ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ മുരിങ്ങപ്പൂവ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ഡിഷിലോട്ട് പതുക്കെ മാറ്റാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്, വളരെ രുചികരമാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും നാളെ കാണാം.